കോഴിക്കോട് വീണ്ടും തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇത്തവണ കുറ്റിച്ചിറയിൽ ഒരു 5 വയസ്സുകാരനായ കുട്ടിയുടെ കൈക്കാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിക്ക് ചികിത്സ നൽകിയിട്ടുണ്ട്. 5 വയസ്സുകാരനായ ഇവാനാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു ഇവാൻ. ഈ സമയത്താണ് ഇതുവഴി വന്ന തെരുവുനായ്ക്കളിൽ ഒരെണ്ണം ഇവാനെ ഇത്തരത്തിൽ ക്രൂരമായി ആക്രമിച്ചത്. ഏതായാലും ഇവാൻ്റെ പിതാവ് നമുക്കൊപ്പമുണ്ട്. ഇന്നലെ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഇന്നലെ 4:30 കുട്ടിയും കൂടെ വരുമ്പോൾ വീട്ടിനുള്ളിൽ നിന്നായി അവനെ പുറത്തേക്ക് ഇട്ടിട്ട് കടിക്കാനുണ്ടായിരുന്നു. കൈക്ക് ഫുള്ളായിട്ട് കടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം കുട്ടി മരിച്ചിട്ട് പോലും ഒരു നടപടി ഉണ്ടായില്ല. ഞാനിപ്പോൾ ഒരു ആളോട് ഇപ്പോൾ ചോദിച്ച സാധനമാണ്. വെറുതെ ഇപ്പോൾ വീഡിയോ എടുത്ത് വന്നിട്ട് പോയിട്ട് ഇപ്പോൾ എന്താ ഒരു നടപടി വേണ്ടേ? അത് നമുക്ക് കുട്ടിയെ കളിക്കാൻ കഴിയില്ല, പുറത്തിറങ്ങാൻ കഴിയില്ല. മനുഷ്യനെക്കാട്ടും വാല്യൂ പട്ടിക്കും മൃഗങ്ങൾക്ക്. എന്ത് നിയമമാണിത്? ആരാണ് ഈ നിയമം ഉണ്ടാക്കണത്? ഓരോ ഹോസ്പിറ്റലിൽ നിർത്തണം. ഇന്നലെ കാണാനായിരുന്നു. കടി കിട്ടണേക്കാട്ടായിരുന്നു ആ ഇഞ്ചക്ഷൻ വെക്കണത്. 40 സൂചിൻ്റെ മുകളിൽ ഓൻ്റെ സൂചി കുത്തിയുണ്ടാവും. ഇതിൻ്റെ മേലെ 5 ആൾ പിടിച്ചു വെച്ചിട്ടാണ്. ആരാണ് നിയമം ഉണ്ടാക്കുക? അവനവിടെ പിടിച്ച് നിർത്തണം. അത് കാണിക്കണത് നിങ്ങൾ ആരെങ്കിലും കാണിക്കണം. കാരണം അതൊരു മനുഷ്യന് കണ്ടുക്കാൻ കഴിയില്ല. അത്രക്കും വേദനാജനകമാണ്. ഈ പ്രദേശം നിരന്തരം ഒരു തെരുവുനായ ശല്യമുള്ള ഒരു പ്രദേശമല്ലേ? ഇഷ്ടം പോലെ നായുണ്ട്. അത് ഓരോ നായിൻ്റെ സൈസ് കാണണം. തിന്ന് കൊയ്ത്ത് അത്രക്കും ഒരു നമ്മളൊരാളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അത്രക്കും തടിയുണ്ട് അത്. ഈ സംഭവം, ഈ ഒരു പ്രശ്നം അധികൃതരോടൊക്കെ നിങ്ങൾ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടായിട്ടില്ല അല്ലേ? നമ്മളിപ്പോൾ കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്, അവരതിന് വേണ്ടപ്പെട്ട നടപടി എടുക്കാമെന്ന് പറഞ്ഞു. എന്തുണ്ടാവാനാണ്? ഒരു കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ പത്രത്തിൽ എത്ര വായിക്കണം, എത്ര കാണുന്നു ഈ സാധനം? എന്തേ ഉണ്ടായോ? അപ്പോൾ വെറുതെ എൻ്റെ മോനെ ഇതിലിങ്ങനെ കാണിക്കാമെന്നല്ലാതെ അതിലൊരു കാര്യം. കുട്ടി മരിച്ചിക്കണ്. അപ്പോൾ എൻ്റെ കുട്ടീൻ്റെ കൈക്ക് കടി കിട്ടിയതിന് എന്തേ വാല്യൂ ഉണ്ടോ? മുൻപും ഇവിടെ കുട്ടികൾക്ക് നേരെയൊക്കെ നായയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇതിന് മുന്നേ മോനെ പിന്നാലെ ഓടി. അപ്പം വീണ് അത് ഓടി. പക്ഷേ അതിൻ്റെ കടിക്കില്ല. പക്ഷേ എൻ്റെ കാലൊക്കെ അന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ കരഞ്ഞിട്ടാണ് കയറി വന്നത്. അവിടെ നിരന്തരം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് മദ്രസയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കൊണ്ടാക്കി കൊടുക്കണം. കുട്ടികളാകുമ്പോൾ ഇതെന്തായാലും പിന്നാലെ ഓടാണ് നായി. കുട്ടികളാകുമ്പോൾ നായി പിന്നാലെ ഓടാ പരിപാടിക്ക്. എന്തോ ഒരു ഭാഗ്യത്തിന് കഴിച്ചാലാവണം, അത്ര തന്നെ. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്തുള്ളത് എന്നുള്ളതാണ് ഇവാൻ്റെ പിതാവ് തന്നെ പറയുന്നത്. ഇവിടെ നിരന്തരം നായകളുടെ ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. പക്ഷേ എവിടെ നിന്നും കാര്യമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവിടെ ബന്ധപ്പെട്ട അധികൃതർക്ക് നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ തെരുവുനായ ശല്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് കുട്ടിയെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചത്. പക്ഷേ കുട്ടിയുടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും ചികിത്സകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.